വിചാരിച്ച് ഒരാളെ കൊന്നിട്ട് പോകുന്നല്ലേ അതിന്റെ മോനെ പോലെ സാറേ ഒരു രണ്ടടി ഞങ്ങൾ അടിച്ചോട്ടെ ഒരു രണ്ടടി ഞങ്ങൾ അടിച്ചോട്ടെ സാറേ ഒരു രണ്ടടി എല്ലാം ഒരു രണ്ടടി ഞങ്ങൾ അടിച്ചോട്ടെ അല്ലേ സാറേ അവര് ഇതിങ്ങനെ കൊന്നിട്ട് അവൻ അങ്ങോട്ട് പോകുന്ന വിചാരിച്ചേ സാറേ ഒരടി സാറേ ഒരടി സാറേ ഒരടി. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവ്. നമ്മളിന്ന് രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, ഒരു ഫൗസിയ എന്ന് പേരുള്ള യുവതിനെ കൊന്ന് ചാക്കിൽ കെട്ടി തൂക്കിയൊരു ഭർത്താവിനെ കുറിച്ചിട്ട് അയാൾ അറസ്റ്റ് ചെയ്തൊരു രംഗം ഞാൻ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം അയാൾ ഒളിച്ചു ഭാഗത്ത് നടക്കുമ്പോഴാണ് തിരൂർ പൂക്കയിൽ ആ ഒരു വഴി പോകുമ്പോഴാണ് ബസ് ജീവനക്കാർക്കൊരു സംശയം തോന്നിയത്. ഇത് നമ്മുടെ ചെങ്ങായിയല്ലേ, ഫൗസിയാനെ കൊന്ന ഭർത്താവല്ലെന്ന് സംശയം തോന്നി. അങ്ങനെ നേരെ പോലീസ് ഇൻഫോം ചെയ്തു. ബസ്സുകാരൻ ഇത് മനസ്സിലായവരും പുറത്തൊന്നും പറഞ്ഞില്ല, വേറെ യാത്രക്കാർക്കൊന്നും മനസ്സിലായില്ല. മൂപ്പർ അവിടെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ സൈഡിലിരിക്കണം. അങ്ങനെ പെട്ടെന്ന് പോലീസ് മഫ്തിയിലും മറ്റുമായിട്ട് വന്ന് പിടികൂടിയപ്പോഴാണ് നാട്ടുകാർക്ക് കാര്യം മനസ്സിലായത്. ബസ് യാത്രക്കാർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും തന്നെ പടക്കണം, 2 എണ്ണം പടക്കാൻ ഞങ്ങൾക്ക് തരും സാറേ എന്നുള്ളത്. കാരണം ഇത് ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാൻ. ഒറ്റ ഡോർ പോയി എന്ത് വിചാരിച്ച് ഒരാളെ കൊന്നിട്ട് പോകുന്നല്ലേ അതിന്റെ മോനെ പോലെ സാറേ ഒരു രണ്ടടി ഞങ്ങൾ അടിച്ചോട്ടെ ഒരു രണ്ടടി ഞങ്ങൾ അടിച്ചോട്ടെ സാറേ ഒരു രണ്ടടി എല്ലാം ഒരു രണ്ടടി ഞങ്ങൾ അടിച്ചോട്ടെ അല്ലേ സാറേ അവര് ഇതിങ്ങനെ കൊന്നിട്ട് അവൻ അങ്ങോട്ട് പോകുന്ന വിചാരിച്ചേ സാറേ ഒരടി സാറേ ഒരടി സാറേ ഒരടി സാറേ കൊന്നിട്ട് എങ്ങോട്ട് കൊണ്ടുപോയി എല്ലാം എങ്ങോട്ട് കൊണ്ടുപോയി ആ കുട്ടികളെ ഉമ്മല്ലേ ആയി സൂറ കണ്ട, ഇത് ജനങ്ങളുടെ ആഗ്രഹമാണ്. കാരണം ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ കിട്ടുന്നില്ല എന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അവർ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് 2 എണ്ണം ഇങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇങ്ങോട്ട് തായോ എന്നുള്ളത്. ആ പെണ്ണിനെ കൊന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുന്ന വിവരങ്ങൾ, അതിനെ തകർത്ത് കൈയും കാലും മുഴുവൻ തകർത്ത് വയറ് കുത്തി കീറിയിട്ടൊക്കെയാണ് ഇതിനെ ചാക്കിൽ കെട്ടിയിട്ടുള്ളത്. എന്തിനാണ് ഇവൻ കള്ളു കുടിച്ചിട്ട് ഈ ക്രൂരത ചെയ്തത്? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കിപ്പോൾ കൂടറോ, ആ ജീവനിൽ നിലനിർത്തിക്കൂടെ? പിന്നെ ഇവർക്ക് 25 വയസ്സായ മകനുണ്ട്. ഞാൻ പറയുമ്പോൾ ഇത്രയും ഒന്നിനാത്തരം പോകുന്ന മക്കളുണ്ടാകുമ്പോൾ ഇങ്ങനത്തെ വാപ്പാരുണ്ടെങ്കിൽ വാപ്പാരെ കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ ചില മക്കളെ നമ്മൾ ആദ്യം തന്നെ ഈ ലഹരിക്ക് വരുമ്പോഴേ ഈ അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകില്ല. നമ്മൾ അത് കൗൺസിലിംഗ് മാത്രം കൊടുത്താൽ പോരാ. ഇത്തരം കേസുകളിൽ നമ്മൾ കൃത്യമായി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തുടക്കത്തിലേ നേരായി കിട്ടും. ഇവനൊക്കെ ഈ ജോലിയും കാര്യങ്ങളുമായിട്ട് ലഹരിക്കും അഡിക്റ്റായിട്ട് ഇതിങ്ങനെ വലിച്ചു കയറ്റി പിന്നെ ഇവർക്കൊന്നും ശിക്ഷയും കിട്ടണില്ല. അതാണ് പ്രശ്നം. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും സുഖമായിട്ട് നടക്കാമെന്നൊരു തോന്നലാണ്. ആ തോന്നലിന് ശരിക്കും വേണ്ടത് എങ്ങനെയാണ്? അത് നിയമപരമായിട്ട് ശരിയൊന്നുമല്ല. അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു 5 മിനിറ്റ് ജനങ്ങൾക്ക് കൊടുക്കുക. ജനങ്ങൾ നന്നായിട്ടൊന്ന് പദം വരുത്തിയതിന് ശേഷം നേരെ പോലീസിന് കൊടുക്കുക. പോലീസ് പറയുമ്പോൾ ആളെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്ന് നമുക്കിപ്പോൾ അതിൻ്റെ ശേഷമല്ലേ, പോലീസിൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമല്ലേ ബാക്കി നേരാക്കാൻ പറ്റുള്ളൂ. അല്ല, ഞാനത് പറയണത് ഇത്രയും അവസ്ഥകൾ വർദ്ധിക്കുന്നത് കൊണ്ടാട്ടോ, അല്ലാതെ നിയമപരമല്ലാത്തൊരു കാര്യത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. എന്തായാലും ആ ഒരു ചെങ്ങായിനെ ഹുസൈനിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. നല്ല ശിക്ഷ കിട്ടട്ടെ. ഇനിയിപ്പോൾ എന്താ, ജയിലിൽ പോയാൽ മട്ടൻ, ചിക്കൻ, നല്ല വലിയ മീൻ, പിന്നെ ഇനിയിപ്പോൾ ഓണല്ലേ, ഓണത്തിനാണെങ്കിൽ സദ്യ കിട്ടും, പായസം കിട്ടും, പപ്പടം കിട്ടും, പിന്നെന്താ നല്ല ഇതൊക്കെ തിന്നാൻ കിട്ടും. പിന്നെ പണിക്ക് നിൽക്കാം. അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ജാമ്യം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കുറ്റവാളികളെ ജനങ്ങളുടെ കയ്യിൽ കൊടുക്കുന്ന, നമ്മളില്ലേ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ജനങ്ങൾ ഭരിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ. ഇതാണ് ജനാധിപത്യം എന്നുള്ള. ജുഡീഷ്യറിയിലും ആ സിസ്റ്റം വരണം. അല്ലെങ്കിൽ പബ്ലിക്കിൽ വേഗത്തിൽ ശിക്ഷ നടപ്പിലാക്കണം. അപ്പോൾ ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവും, ചെയ്യരുത് എന്നുള്ള. സ്വന്തം ഭാര്യനെ, സ്വന്തം ഭർത്താവിനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊല്ലുന്ന നമ്മൾ കുറേ വാർത്തകൾ കേൾക്കലില്ലേ. കാരണം ഇത് കേസിൽ അകപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ കേട്ട പാലത്തായി കേസ് നിങ്ങൾ കേട്ടില്ലേ? പാലത്തായിൽ ഒരു പാവം പെൺകുട്ടിനെ പീഡിപ്പിച്ച ഒരു അധ്യാപകൻ, അയാൾക്ക് ശിക്ഷ കിട്ടിയതായിരുന്നു. എത്രയോ 10-20 വർഷത്തെ ശിക്ഷ കിട്ടിയ മനുഷ്യൻ്റെ പെൺകുട്ടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പാലത്തായി കേസിലെ അധ്യാപകനെ കോടതി വെറുതെ വിട്ടു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം അവർ വെറുതെ വിട്ടു. ശിക്ഷ മരവിപ്പിച്ചു എന്നുള്ളതാണ്. ജാമ്യം കൊടുത്തതല്ല, ശിക്ഷ മരവിപ്പിച്ചിട്ട് അയാൾക്ക് ജാമ്യം കൊടുത്തേക്കാണ്. ഒരു ശിക്ഷിക്കപ്പെട്ട പ്രതിയുടെ അവസ്ഥയാണ് ഞാനീ പറയുന്നത്. ഒരു പെൺകുട്ടിനെ, ചെറിയ പെൺകുട്ടിനെ, പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയോട് ചെയ്ത കേസിലാണ് ഈ പാലത്തായി കേസിലെ അധ്യാപകൻ. ഇത് വളരെ രാഷ്ട്രീയ വിവാദങ്ങൾ നിറഞ്ഞൊരു കേസാണ്. ആരും പറഞ്ഞു പിണറായിയുടെ ഭരണകാലത്താണ് പിടികൂടിയത്. അപ്പോൾ അതാ പൂക്കിയുടെ ഭരണകാലത്ത് അയാളെ വെറുതെ വിട്ടുന്നു. അതിലൊന്നും കാര്യമില്ല. പക്ഷെ കോടതിയിൽ ഇത് വരണം. ഇത് കൃത്യമായ തെളിവില്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടാൽ പോലും അയാൾ വെറുതെ വിടുന്നൊരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ ഇത്തരക്കാർക്ക് ശിക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ തലങ്ങും വിലങ്ങും പ്രോസിക്യൂഷൻ പൂട്ടണം. കൃത്യമായ തെളിവുകൾ വേണം. അല്ലാതെ ഈ തെളിവുകളൊന്നും പോരാ. അപ്പോൾ ഒരു 5 മിനിറ്റ് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക.
ഇത്തരം കേസിലുള്ള ഒരു പരിഹാരമാർഗം അതാണ്. അതിൻ്റെ ശേഷം ബാക്കി ശിക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അതിനോട് പേഴ്സണലി യോജിക്കുന്ന ഒരാളല്ല. പക്ഷേ ഇത്തരം ശിക്ഷിക്കപ്പെട്ടവരെ വരെ വെറുതെ വിടുന്ന ശിക്ഷ മരവിക്കുന്ന ഒരു കാലത്ത് പിന്നെ നമ്മൾ എന്താ പറയുക. നമുക്കിന്ന് നബിദിന പരിപാടികളുണ്ട്. ഇതിന് പരിപാടികൾ ഞാൻ ഓരോരുത്തരെ ലിസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുക്കുന്നതാണ്. ഞാനൊന്ന് വായിക്കാം. ഫസ്റ്റ് TK മുഹമ്മദ് നാമക് പുത്തനത്താണിൽ നിന്നാണ്. വരികളിലൊഴുകിയരാഗമായി നബി തിരുനൂറിൻ മാതിയായി മുന്തിയൊരു സുമിന്താളമായി സംഗീതി പൂക്കാൻ മോഹമായി ഐറുപൂത്ത പൂമരം. മറ്റൊന്ന് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പൽ നിന്ന് മുഹമ്മദ് മാസിൻ. ആഹാദമിൻ മുമ്പയുദിത്തേ ആദരനൂറായി പടയിത്തേ ആലത്തിനാകെ മുത്തേ ആലത്തിനാകെ മുത്തേ ആദിൽ നാദനമൈത്തേ ആഹാദമിൻ മുമ്പയുദിത്തേ ആദരനൂറായി പടയിത്തേ ആലത്തിനാകെ മുത്തേ ആലത്തിനാകെ മുത്തേ മുന്തുന്ന മന്ത്രധ്വനികൾ ഖുർആനിലുണ്ട് വരികൾ മുന്തുന്ന മന്ത്രധ്വനികൾ ഖുർആനിലുണ്ട് വരികൾ വയ്യുമായി വന്നണഞ്ഞു ജിബ്രീൽ ഇഖ്റ എന്ന് മൊഴിഞ്ഞു ജബലുന്നൂർ തായ്വരയിൽ ഹിറാ ഗുഹ സാക്ഷിയാ ജബലുന്നൂർ തായ്വരയിൽ ഹിറാ ഗുഹ സാക്ഷിയാ ആദിയിൽ നാദനമൈത്തേ ആഹാദമിൻ മുമ്പയുദിത്തേ ആദരനൂറായി പടയിത്തേ ആലത്തിനാകെ മുത്തേ ആലത്തിനാകെ മുത്തേ നാഥന്റെ അരുൾപടിയതുപോൽ നന്മ കൊണ്ട് ദീനുണർന്നു നാഥന്റെ അരുൾപടിയതുപോൽ നന്മ കൊണ്ട് ദീനുണർന്നു നാലു ദിക്കു പൊൻ വസന്തം നിത്യമായി സുഗന്ധം ത്യാഗങ്ങൾ താണ്ടി നബി തിങ്കളായി തിളങ്ങി. പിന്നെ പാലക്കാട് നിന്ന് സൗജത്ത്. ആദരവായ റസൂലിനെ തേടി ആ മഹദീ പല ഭാഗവുമോടി ആദിപരാപുരനായ പുരാനോട് വേദന പാടി തൻ്റെ ഓമന മകനിൽ രക്ഷയ്ക്കായി നാഥനിൽ തേടി നാഥനിൽ തേടി വന്യമൃഗങ്ങളെ നിങ്ങളു കണ്ടോ വെള്ളി നിലാവിൻ പൂമുഖം കണ്ടോ വേങ്കകളാരാനും കനിമോനെ തിന്നവരുണ്ടോ പുള്ളിമാൻ പേടകളെ പറവാദികളെ കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ കണ്ടവരാരും മിണ്ടുകയില്ലേ കാനനമേ നീ ചൊല്ലുകയില്ലേ കണ്ണും കരളായി പോറ്റി വളർത്തിയ പൊൻകതിരല്ലേ എന്നെ കേദക്കടലിൽ മുക്കി മറഞ്ഞു നീ ബദർ മുല്ലേ. അപ്പോൾ ഈ കുട്ടികളുടെ പരിപാടികളൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് നബിദിന പരിപാടികൾ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. നല്ല വീഡിയോ ആക്കിയിട്ട് അയക്കണം, വോയിസ് ആക്കിയിട്ട് അയക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.